ജോലി ഇല്ലാതെ വിഷമിക്കുകയാണോ നിങ്ങൾ? നല്ലൊരു ജോലി വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. അത് മാത്രമല്ല, വിവാഹം ആലോചിക്കുന്നവരുണ്ടാവും. മകന് വേണ്ടി അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ട് ഒരു വിവാഹവും ശരിയാവാതെ വിഷമിക്കുന്നവരാണോ? സാലിഹത്തായ ഒരു ഇണയെ വേണമെങ്കിൽ അല്ലെങ്കിൽ സ്വാലിഹായ ഒരു ഇണയെ വേണമെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ഇൻഷാ അല്ലാഹ് ചെയ്താൽ മതി. പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത്, ആ സൂറത്തിൽ 24-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരുന്നത്. അത് ഏത് സൂറത്താണെന്നും അത് എത്രാമത്തെ ആയത്താണെന്നും ഇൻഷാ അല്ലാഹ് അതൊക്കെ പറഞ്ഞു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്ന, എന്നെ വിളിക്കുന്ന ഒരുപാട് ആൾക്കാരും പറയുന്നൊരു വിഷയമാണ്, ഉസ്താദേ ജോലിയില്ലാതെ വളരെയധികം പ്രയാസപ്പെടുകയാണ്, സങ്കടപ്പെടുകയാണ്. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. എങ്ങനെ എൻ്റെ കടങ്ങൾ തീർക്കും, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് നല്ലൊരു ജോലിയാവും? ഒരു ജോലി വന്നാൽ പോലും ജോലി നിലനിൽക്കുന്നില്ല. വളരെയധികം ഞാൻ പ്രയാസത്തിലാണ്, വളരെയധികം സങ്കടത്തിലാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു ജോലി വേണം, നല്ല രീതിയിൽ സമ്പത്തിലൊക്കെ വർധനവ് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വിവാഹം ശരിയാവണം, നല്ലൊരു ഭാര്യ വേണം, നല്ല സ്വാലിഹത്തായ ഒരു ഭാര്യ വേണം ഉസ്താദേ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നവരുണ്ട്. ഇതിനെ പറ്റിയ സുന്ദരമായൊരു പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു ചെറിയൊരു ആയത്ത് നിങ്ങൾ നിത്യേന ജീവിതത്തിൽ പാരായണം ചെയ്യുക. ഈ ഒരു പ്രാർത്ഥന ഖുർആനിൽ മൂസാ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായ ഒരു പ്രാർത്ഥനയാണ്. മൂസാ നബിക്ക് സാലിഹത്തായ ഭാര്യയെ കിട്ടി, നല്ല ജോലി കിട്ടി. ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് മൂസാ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ ദുആയാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരിക്കൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ ഫിർഔനിന്റെ നാട്ടിൽ അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യുകയാണ്. അള്ളാഹ് ഏകനാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അഹദ്, അള്ളാഹ് ഏകനാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അള്ളാഹു ആരാധനയ്ക്കറിയാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്നുള്ള തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അള്ളാഹു ജനങ്ങളിലേക്ക് റബ്ബിനെ കൊണ്ട് വിശ്വസിക്കണമെന്ന് പറയുകയാണ്. അപ്പൊ ആ സമയത്ത് ആ നാട്ടില് ഫിർഔൻ എന്ത് ചെയ്തു? ഞാനാണ് റബ്ബ്, ഞാനാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്, ഇതിന്റെ ഒക്കെ മുതലാളി ഞാനാണെന്ന് ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന സമയം, ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിലുള്ളതായ മുഴുവൻ ജനങ്ങളുടെ മുന്നിലും പോയി അള്ളാഹുവിനെ ഇങ്ങനെ പരിചയപ്പെടുത്താണ്. രഹസ്യമായി പരിചയപ്പെടുത്തി, പരസ്യമായി പരിചയപ്പെടുത്തി. ഒടുവില് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രചരണം ആരിലേക്ക് തന്നെ എത്തി? ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവിയിലേക്കും എത്തി. ഫിർഔനിന്റെ ഭാര്യ എന്തായി? ഇസ്ലാം മതം സ്വീകരിച്ചു. അത് മാത്രമല്ല, ലാസ്റ്റ് ഫിർഔനിന്റെ കൊട്ടാരത്തിലുള്ളതായ ഫിർഔനിന്റെ ജോലിക്കാര് മാഷിത്ത ബീബി അടക്കം ആ നാട്ടിലുള്ളവർ കൂടെ നിന്നവരൊക്കെ ഇസ്ലാം മതത്തിലേക്ക് വന്നു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഫിർഔന് ഭയങ്കര ശത്രുവായി. ഫിർഔൻ എന്ത് ചെയ്തു? മൂസാ നബിയോട് വലിയ ശത്രുതയുണ്ടായി. മൂസാ നബി എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, മൂസാ നബി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, മൂസാ നബി എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം. അങ്ങനെ കുറെ നാളുകൾ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനവുമായി മൂസാ നബി മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് ആ നാട് വിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്ത് ചെയ്യേണ്ടി വന്നു? ഒന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നു. മറ്റൊരു നാട്ടിലേക്ക് അഭയം തേടിക്കൊണ്ട് പോകേണ്ടി വന്നു. സ്വന്തം നാട് വിട്ടുകൊണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്ത് മറ്റൊരു നാട്ടിൽ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നിത്യേന ജീവിക്കാൻ നല്ലൊരു ജോലിയില്ലായിരുന്നു, നല്ലൊരു വരുമാനമില്ലായിരുന്നു, നല്ലൊരു കൂട്ടുകാരനില്ലായിരുന്നു. അത് മാത്രമല്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു ഭാര്യ ഇല്ലായിരുന്നു, ഒരു ഇണയില്ലായിരുന്നു. അപ്പൊ ഇണയില്ലാതിരിക്കുമ്പോഴുള്ള വിഷമം നമുക്കറിയാം, ജോലി ഇല്ലാതിരിക്കുമ്പോഴുള്ള വിഷമം നമുക്കറിയാം, ഒരു കൂട്ടുകാരൻ ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമം അറിയാം, താമസിക്കാൻ ഒരു സ്ഥലം ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമം അറിയാം. ഈ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിലെ 24-ാമത്തെ ആയത്ത്
സുന്ദരമായ ലളിതമായ വളരെ മനോഹരമായ ഈ ആയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പതിവാക്കിക്കൊണ്ടിരുന്നു, റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഇജാബത്തായി അതിവേഗത്തിൽ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മൂസാ നബിക്ക് നല്ല ഒരു താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു. അതാണ് ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭവനത്തിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. നല്ലൊരു കൂട്ടുകാരനെ, എല്ലാ രീതിയിലും വിശ്വാസമുള്ളൊരു കൂട്ടുകാരനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകി, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി. അതുമാത്രമല്ല, കൃത്യമായി നല്ലൊരു വരുമാനം ഉണ്ടാകാൻ നല്ലൊരു ജോലി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകി. അതുമാത്രമല്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സാലിഹത്തായ നല്ലൊരു ഭാര്യയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. മനസ്സിലായില്ലേ? 4 കാര്യങ്ങൾ. ഏതൊക്കെയാ 4 കാര്യങ്ങൾ? നല്ലൊരു കൂട്ടുകാരന് നൽകി, താമസിക്കാനുള്ള സ്ഥലം നൽകി, നല്ലൊരു ജോലി നൽകി, അതുമാത്രമല്ല നല്ല സ്വാലിഹത്തായ ഒരു ഭാര്യയെയും മൂസാ നബിക്ക് നൽകി. ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിട്ടു മറ്റൊരു നാട്ടിൽ ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ പോയ സമയത്ത് ഈ ഒരു പ്രാർത്ഥന ചെയ്തു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓടി നടക്കുന്നേ? നിങ്ങൾക്ക് നല്ല ജോലി വേണോ? നല്ല സാലിഹത്തായ ഇണയെ വേണോ? നീ ആൺമക്കൾക്ക് വേണ്ടിയാണ് ഇണയെ നോക്കുന്നതെങ്കിൽ, പെൺമക്കൾക്ക് വേണ്ടിയാണ് ഇണയെ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് ചെയ്താൽ മതി. നല്ല സാലിഹത്തായ ഒരു പെണ്ണിനെ ഇണയാണ് വേണ്ടത്, അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെയാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥന ചെയ്താൽ മതി. അത് മാത്രമല്ല, നല്ലൊരു ജോലി. പലരും പറയും, ഉസ്താദേ ജോലിയില്ല, ശമ്പളമില്ല, വളരെ പ്രയാസത്തിലാണ്, ഒരു വഴിയിൽ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നവരുണ്ട്. ഖുർആനിൽ തന്നെ പറയുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ വിഷമിക്കുന്നത്? പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്ത് 5 നേര നമസ്കാരത്തിന് ശേഷം 7 തവണയോ അല്ലെങ്കിൽ 11 തവണയോ അല്ലെങ്കിൽ 21 തവണയോ ജീവിതത്തിൽ നിത്യേന പതിവാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻഷാ അല്ലാഹ് ഫലം കിട്ടുന്നതാണ്. 41 ദിവസമെങ്കിലും കുറഞ്ഞത് മുടങ്ങാതെ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിനുള്ളിൽ തന്നെ നല്ലൊരു ജോലി, നല്ല സ്വാലിഹത്തായ ഇണയെ അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സ്ക്രീനിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആ പരിശുദ്ധമാക്കപ്പെട്ട ആയത്ത് ഞാൻ കാണിച്ചു തരാം. ബുക്ക് എടുക്കാത്തവരൊക്കെ ഒരു ബുക്ക് എടുക്കുക. ഒരു ബുക്ക് എടുത്ത് എല്ലാവരും പെട്ടെന്ന് ഒരു ബുക്ക് എടുക്കുന്നേ. ഈ ബുക്കിലേക്ക് ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻഷാ അല്ലാഹ് ഇത് പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഖസസ് എന്ന് പറയുന്നതായ സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്താണ്. റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഈ പരിശുദ്ധമാക്കപ്പെട്ട ആയത്തുണ്ടല്ലോ, ഇതൊരു പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിത്യേന കൊണ്ടുവന്നാൽ, ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിലൊന്നും മുടങ്ങാതെ നിങ്ങൾ കൊണ്ടുവന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് നിങ്ങൾക്ക് എളുപ്പം തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നല്ല സ്വാലിഹത്തായ ഇണയെ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. മാത്രമല്ല നല്ലൊരു ജോലി നൽകുന്നതാ, സമ്പത്തിൽ വർധനവ് നൽകുന്നതാ, താമസിക്കാനുള്ള സൗകര്യങ്ങൾ നൽകുന്നതാ, നല്ല കൂട്ടുകാരെ അല്ലാഹു നൽകുന്നതാ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവണോ എങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആയത്തങ്ങ് നിലനിർത്തിക്കോ. റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹ് പടച്ചവനെ, ഞങ്ങൾക്കിത് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഇത് നിലനിർത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ, ആരൊക്കെ ഈ ക്ലാസ് കേട്ടിട്ടുണ്ടോ, മൂസാ നബിയുടെ ബർക്കത്ത് കൊണ്ട് നാദാ, മൂസാ നബിയുടെ പോരീശ കൊണ്ട് നാദാ, സാലിഹത്തായ ഇണകളെ നീ നൽകണേ റബ്ബേ. വർഷങ്ങളായി പ്രായമുത് ഒരുപാട് അധികരിച്ച് കല്യാണം കഴിക്കാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ.
സാലിഹത്തായ ഇണയെ നൽകണേ അല്ലാ, സാലിഹത്തായ ഇണയെ നൽകണേ അല്ലാ, സാലിഹത്തായ ഇണകളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, നിത്യേന ഒരു ജോലിയില്ലാതെ നെട്ടോട്ടം ഓടുന്നവരുണ്ട്. അല്ലാഹുവേ, നല്ല ജോലി നൽകണേ അല്ലാ, നല്ല ജോലി നൽകണേ അല്ലാ, നല്ല ജോലി നൽകണേ അല്ലാ. സമ്പത്തിന് വർധനവ് നൽകണേ അല്ലാ, സാമ്പത്തിക പുരോഗതി നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, നീ കൈവിടല്ലേ അല്ലാ, നീ കൈവിടല്ലേ അല്ലാ, നീ കൈവിടല്ലേ അല്ലാ, നീ കൈവിടല്ലേ അല്ലാ. നിന്റെ ഔദാര്യം കൊണ്ട് നീ സഹായിക്കണേ അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് നീ സഹായിക്കണേ അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് നീ വിജയിപ്പിക്കണേ അല്ലാ. കടങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാ, നല്ല ജോലി നൽകണേ അല്ലാ, സമ്പത്തിന് വർധനവ് നൽകണേ അല്ലാ, നല്ല ഇണകളെ നൽകണേ അല്ലാ, സ്ഥിരമായി നല്ല ജോലി നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഇവരെയും ഞങ്ങളെയും രോഗങ്ങളെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഇതൊക്കെ ജീവിതത്തിൽ നിത്യേന ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മൾ പറഞ്ഞതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചാനലിലൂടെ വരുന്ന ക്ലാസ്സുകളൊക്കെ നിത്യേന കേൾക്കണം. ഇൻഷാ അല്ലാഹ് ആദ്യമായി പരിപാടി കാണുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ ക്ലാസ് ഇന്ന് കേട്ട എല്ലാവരും, ഇത് ഫുള്ള് കേട്ട ആൾക്കാർ, ഇപ്പൊ ഫുള്ള് കേട്ട ആരൊക്കെയെന്ന് അറിയാൻ വേണ്ടിയാണ്. ഫുള്ള് കേട്ട ആൾക്കാരെല്ലാം താഴെ കമന്റിൽ നിങ്ങളുടെ പേരും സ്ഥലവും എഴുതിയിടുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതിയിടുക. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കാനും പറയാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 10 സ്വലാത്ത് മദീന ചിന്തിച്ചുകൊണ്ട് ചൊല്ലി നമുക്ക് നിർത്താം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഹ്ലിഹി, اللهم صل على النور وأهله، 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 اللهم صل على النور وأهله. صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.